PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചതാര്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഏത്? അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഹൈപ്പോതലാമസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 17ാം ഗ്രൂപ്പാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏത്? ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ ആണ്, സൾഫർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബാംഗ്ലൂരിൻ്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയ വർഷം. ബാംഗ്ലൂരിൻ്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയ വർഷം 2014. ആറാമത്തെ ക്വസ്റ്റ്യൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ എവിടെയാണ്? ഉത്തരം കണ്ണൂർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത്. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, അഷ്ടമുടി കായലിന്റെ മുഖ്യ ജലസ്രോതസ് ഏത് നദിയിലാണ്? അഷ്ടമുടി കായലിന്റെ മുഖ്യ ജലസ്രോതസ് ഏത് നദിയിലാണ്? ഉത്തരം കല്ലടയാർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം കൂടിയത്. ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം കൂടിയത് നെഗ്രിറ്റോകൾ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല ഏത്? ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല ഏത്? ഛോട്ടാനാഗ്പൂർ പീഠഭൂമി. 12ാമത്തെ ക്വസ്റ്റ്യൻ, പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം. ഉത്തരം സെനൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത് ആര്? കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത് TKS മണി. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടത്? ഉത്തരം രാജീവ് ഗാന്ധി. 17ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. ഉത്തരം 1995. 18ാമത്തെ ക്വസ്റ്റ്യൻ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപസമയത്തെ വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപസമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത് ഉത്തരം MN റോയ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി. ഉത്തരം പാമ്പാർ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് ആര്? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കർപ്പൽ. 23ാമത്തെ ക്വസ്റ്റ്യൻ, പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏത്? പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി. ഉത്തരം വൈഗ.
24-ാമത്തെ ക്വസ്റ്റ്യൻ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിൽ? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ. ടാഗോറിന്റെ ഏത് കാവ്യസമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്? ടാഗോറിന്റെ ഏത് കാവ്യസമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്? ഉത്തരം ധർമ്മസംഗീതം. 26-ാമത്തെ ക്വസ്റ്റ്യൻ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥിയാണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ. നാഡീകോശത്തിന്റെ കോശസ്തരത്തിന് പുറത്തുള്ള ചാർജ്. നാഡീകോശത്തിന്റെ കോശസ്തരത്തിന് പുറത്തുള്ള ചാർജ് നെഗറ്റീവാണ്. 28-ാമത്തെ ക്വസ്റ്റ്യൻ. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിരിക്കുന്ന സ്ഥലം. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് മയലിൻ. 29-ാമത്തെ ക്വസ്റ്റ്യൻ. ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി. ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മെസോസ്ഫിയർ. 30-ാമത്തെ ക്വസ്റ്റ്യൻ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ഏതാണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം സുഷുമ്ന. 31-ാമത്തെ ക്വസ്റ്റ്യൻ. ലൂട്ടിയോട്രോപിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ലൂട്ടിയോട്രോപിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രോലാക്റ്റിൻ. 32-ാമത്തെ ക്വസ്റ്റ്യൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം ഉത്തരം ഗോവ. 33-ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലി. 34-ാമത്തെ ക്വസ്റ്റ്യൻ. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്? ഏത് വർഷമാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്? ഉത്തരം 1951. 36-ാമത്തെ ക്വസ്റ്റ്യൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ. 37-ാമത്തെ ക്വസ്റ്റ്യൻ. തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലെ ജലത്തിനുണ്ടാകുന്ന ചലനം. തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലെ ജലത്തിനുണ്ടാകുന്ന ചലനം ദോളനം. 38-ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗാളി ലിപി പരിഷ്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ബംഗാളി ലിപി പരിഷ്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 39-ാമത്തെ ക്വസ്റ്റ്യൻ. മലങ്കര ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? മലങ്കര ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. 40-ാമത്തെ ക്വസ്റ്റ്യൻ. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. 41-ാമത്തെ ക്വസ്റ്റ്യൻ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാതോർമോൺ. 42-ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിന്റെ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ? രക്തത്തിന്റെ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ? 45%. 43-ാമത്തെ ക്വസ്റ്റ്യൻ. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷം. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷം 2018. 44-ാമത്തെ ക്വസ്റ്റ്യൻ. കീഴാറ്റൂർ സമരം അഥവാ വയൽക്കിളി സമരത്തിന് വേദിയായ ജില്ല. കീഴാറ്റൂർ സമരം അഥവാ വയൽക്കിളി സമരത്തിന് വേദിയായ ജില്ല ഉത്തരം കണ്ണൂർ. 45-ാമത്തെ ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം തഞ്ചാവൂർ. 46-ാമത്തെ ക്വസ്റ്റ്യൻ.
ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം. ഉത്തരം ഹുസൈൻ സാഗർ. 47ാമത്തെ ക്വസ്റ്റ്യൻ. പേർഷ്യൻ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? പേർഷ്യൻ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. 48ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചതാര്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചതാര്? ഉത്തരം ഹാരി ബ്രയർലി. 49ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ. 50ാമത്തെ ക്വസ്റ്റ്യൻ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. ഉത്തരം ഇരുമ്പ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.